ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ടൈറ്റിലേക്ക് കണ്ടതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ടച്ചിങ്സ് ഏതൊക്കെയാണ് അല്ലെ മിസ്റ്റർ ഡ്രാഗൺ ചെയ്തത്? കാരണം ഇതിന് ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് ലെവലുണ്ട്, ലെവലല്ല ഒരുപാട് വേരിയൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക അടുത്ത സീരീസ്. കാരണം ഇത് ബേസ് ലെവലായിട്ടുള്ള സ്നാക്സ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം ഇതിന് ഒരുപാട് ഹയർ ലെവൽസ് ഉണ്ട്, പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളുടേതായിട്ടുള്ള റേറ്റിംഗ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം 2 റേറ്റിംഗ് ആയിരിക്കും പറയാനുള്ളത്. ബേസിക് ആയിട്ടുള്ള എല്ലാം ആയിട്ടില്ല, ഞങ്ങളുടെ ഓർമ്മയിലും ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടച്ചിങ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്റ്റേറ്റ് അടിപൊളി മുറുക്കാണ്, ടൊമാറ്റോ മുറുക്കാണ് കേട്ടോ. അതെ. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായിട്ടുള്ള അച്ചാർ, മാങ്ങാച്ചാർ. പിന്നെ നമ്മുടെ സ്വന്തം ലേസ്, ഡ്രങ്കൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള കടല, മുല്ലക്കൽ ചെറുപ്പിന് ഏറ്റവും ഡിമാൻഡുള്ള സാധനം പോപ്കോൺ, ഉപ്പേരി. മദ്യപാനത്തിൻ്റെ ആദ്യാക്ഷരങ്ങളായ KF മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും കഴിക്കുന്ന മിച്ചർ. കപ്പലണ്ടിയുടെ തന്നെ വേറൊരു വേർഷൻ, എൻ്റെ ഫേവററ്റ് വേർഷൻ, മസാല കപ്പലണ്ടിയുടെ മാവ് പുരട്ടിയത്. പിന്നെ ഇത്തിരി പ്രീമിയം ആകാം കാഷ്യൂനട്ട്. പിന്നെ മറ്റൊരു ലെജൻഡായിട്ടുള്ള കപ്പലുണ്ട്, എരിവ് കപ്പലുണ്ട്. പിന്നെ എന്തിനാണെന്ന് പോലും അറിയാത്ത വൈറ്റ് നട്ട്സ്. തൽക്കാലം ഞങ്ങൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബേസിക് ടച്ചിങ്സ് ആയിട്ട് കരുതിയിരിക്കുന്നത്. നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് റൗണ്ട് മൈക്ക് വടീസ്. ചിയേഴ്സ് യോർ. അപ്പോൾ നമ്മുടെ ഒരു സെക്കൻഡ്, 2024 ആദ്യമായിട്ട് അർപ്പിച്ചതാണ്. സോ 2024 നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. അതെ. സോ 2024 ഒന്നും എടുക്കരുത്, കാരണം നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് അതാണ്. താൻ ഏതാണ് പ്രിഫർ ചെയ്യാൻ പോണത്? കപ്പലുണ്ട്. ഓക്കെ, മസാല നട്ട്സ്. എന്ത് പറയുന്നു? നമ്മൾ വാങ്ങിക്കാറുള്ള ഒരു സാധനമാണ്. അതെ, തീർച്ചയായിട്ടും. റേറ്റിംഗ് എത്ര കൊടുക്കും? 10ൽ എത്ര കൊടുക്കും? അതായത് വെള്ളവടി ഒരു ടച്ചിങ്സ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി, അതാണ് നമ്മുടെ ഇന്നത്തെ റേറ്റിംഗിന്റെ അടിസ്ഥാനം. സോ അതിൽ താങ്കൾ എത്ര കൊടുക്കും 10ൽ നമ്മുടെ നോർമൽ മസാല കപ്പലണ്ടിക്ക്? 8 കൊടുക്കും. കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലേ? ഇല്ല. യെസ്, ആബ്സല്യൂട്ട്ലി. കാരണം കഴിക്കുന്നതിന് വെള്ളം അടിച്ച് ഇങ്ങനെ തൊട്ട് പുറകെ എടുത്ത് ടച്ചിങ്സ് ചെയ്യുമ്പോൾ ചാമ്പമ്പളെ അതിൻ്റെ ഒരു എഫക്റ്റ് വരത്തുള്ളൂ. ഡ്രങ്കൻ 8 കൊടുത്തെങ്കിൽ ഞാൻ 9 കൊടുക്കും. ഡ്രങ്കനേക്കാളും മുൻപന്തിയിൽ എത്താൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്കറിയാം എനിക്ക് കപ്പലണ്ടി വളരെ പ്രിയമാണെന്ന്. സോ ഞാൻ തന്നെ 9 കൊടുക്കും. കാരണം ഡ്രങ്കൻ്റെ മെയിൻ ഐറ്റംസ് ഒക്കെ വരാൻ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഡ്രങ്കൻ 8 ഒതുക്കിയത്. ഏതിലാണ് ഡ്രാഗൺ കൈ എത്താൻ പോണത്? ആഹാ, അടുത്തതും കപ്പലണ്ടി തന്നെ. എന്ത് പറയുന്നു ഡ്രാഗൺ? ഇതിന് താങ്കൾ എത്ര റേറ്റിംഗ് കൊടുക്കും? ഇതിന് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവം, എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണല്ലോ മാവിൻ്റെ അകത്ത് മുക്കിയത്. സാധാരണ മേടിക്കാറില്ല, ഞാൻ പോയി വാങ്ങിക്കാറില്ല. താങ്കൾ മേടിക്കുന്നത് അത് MDക്ക് വേണ്ടി മേടിക്കാറുള്ളത് അത്രേ ഉള്ളൂ. എന്നാലും ഒരു റേറ്റിംഗ് പറ താങ്കളുടെ. ഒരു 6 അത്രേ ഉള്ളൂ. എനിക്ക് വരത്തുള്ളൂ. എനിക്കത് വലിയ താല്പര്യമില്ലാത്ത. അപ്പോൾ കപ്പലണ്ടി ആയതുകൊണ്ടും നേരത്തെ കഴിച്ചതിനേക്കാളും എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടും ഞാൻ അതിനും ഒരു 9 കൊടുക്കും. ഞാൻ എൻ്റെ റേറ്റിംഗ് ഞാൻ കൊടുക്കണം. ഡ്രങ്കൻ 6ൽ ഒതുക്കി, പക്ഷേ ഐ ഗോ ഫോർ 9. സോ മിസ്റ്റർ ഡ്രങ്കൻ ജി, ഏതിലാണ് പിടുത്തം വേണേ? ആഹാ, പോപ്കോൺ. അതും താങ്കളുടെ ഒരു ഇഷ്ട ടച്ചിങ്സ് ആണ്. സോ അതിന് എത്ര റേറ്റിംഗ് കൊടുക്കണമെന്ന് എല്ലാവർക്കും അറിയണം. പറഞ്ഞോളൂ. ഒരു 8 തന്നെ. ഓക്കെ. അത് പക്ഷേ കുറച്ച് മസാലയും കൂടെ ആയിരുന്നെങ്കിൽ താങ്കൾ എത്ര റേറ്റ് കൊടുത്തേനെ? 9 കൊടുക്കും അല്ലേ? ഓക്കെ. ഇനി എന്തായാലും MD ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പോപ്കോൺ എനിക്ക് പൊതുവെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. എന്നിരുന്നാലും
മസാല ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യും. ഇത് ബേസിക് ആയിട്ടുള്ള പോപ്കോൺ ആണ്. I'll give 5. അത് കൂടി ഞാൻ കൊടുക്കുന്നില്ല. So it's 5. That's every throughout of mine. ഏതിലാണ്? ഓഹോ, നമ്മുടെ പരമ്പരാഗതമായുള്ള ടച്ചിങ്സ് അല്ലേ? ഏതൊരു കുടിയൻ്റെയും ഇഷ്ട ടച്ചിങ്സ്. സോ അതിൻ്റെ റേറ്റിംഗ് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. എത്ര കൊടുക്കും? ഒരു 9. 9. 10 കൊടുക്കത്തില്ല. 9. അതിൻ്റെ ആവശ്യമില്ലല്ലേ? എന്നിട്ട് അത് തന്നെ വാരി വാരി തിന്നുവാണല്ലോ. ഒരു സുഖമല്ലേ? എത്ര കൊണ്ട് മയക്കോടി വെച്ചിട്ട് നമുക്ക് അടുത്ത ടച്ചിങ്സിലേക്ക് കിടക്കാം. സോ ദിസ് ഈസ് ദ മോമെന്റ്. ചുമ്മാതല്ല, കാലാകാലങ്ങളായിട്ട് നമ്മളൊക്കെ കേട്ടുകേൾവി ഉള്ള കാലം മുതൽ കുടിക്കുവാണെങ്കിൽ ടച്ചിങ്സിന് മിക്സർ മസ്റ്റ് എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കൊച്ചിലെ. സത്യസന്ധമായ കാര്യം, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടച്ചിങ്സുകളിൽ ഒന്നാണ് മിക്സർ. നമ്മൾ മിക്സർ എന്ന് പറയും, മിക്സർ എന്നാണ് യഥാർത്ഥത്തിൽ എൻ്റെ നെയിം. പക്ഷേ സത്യസന്ധമായ കാര്യം, അതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ആ കപ്പലിൻ്റെ എല്ലാം കൂടെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ഇറ്റ്സ് പെർഫെക്റ്റ്. ഞാൻ 9.5 കൊടുക്കും, വിത്തൗട്ട് എ ഡൗട്ട് 9.5. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏതോടാ 10 ഏതാണെന്നൊക്കെ ചോദിക്കും. 10 എനിക്ക് പറയാൻ പറ്റത്തില്ല. ഏറ്റവും സാറ്റിസ്ഫൈങ് ഏതാണോ that would be 10. So at the moment mixture rates 9.5. പെടച്ചോ അതങ്ങ് തീർക്കണോ? ഓഹോ, ഉപ്പേരിയിൽ പിടിച്ചിരിക്കുവല്ലേ. അപ്പൊ പിന്നെ വാരി തിരുന്നേ. എന്ത് പറയുന്നു? നല്ല സുഖമുണ്ടല്ലേ? എത്ര കൊടുക്കും? 9. അത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്നെ ഒരുപാട് എന്നെ ഇതാക്കി കളഞ്ഞു. ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു എന്നൊക്കെ പറയാം. ഉപ്പേരിക്ക് ഡ്രങ്കൻ 9 കൊടുക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. സത്യം, എനിക്കിത് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അതെ. ഓ, അപ്പൊ അതാണ് പേഴ്സണൽ ഇഷ്ടത്തിന്റെ പുറകെ കൂടി, അല്ലാതെ മദ്യത്തിന്റെ പുറകെ അല്ല. മദ്യം കഴിക്കുമ്പോൾ കിട്ടുന്ന ടച്ചിങ്സ് ആയിട്ടല്ല, പുള്ളിക്കാരന് പേഴ്സണലി വരുന്നതേ ഉള്ളൂ അല്ലെ ഡ്രാഗൺ ജി? അതെ. അപ്പിടി. അപ്പൊ ടച്ചിങ്സ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇത്തിരി മദ്യം കഴിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പൊ എന്തായാലും നമുക്ക് 2 പീസ് ഐസ് ഇടാം. ചെറിയ ഐസ് കേട്ടോ, അതുകൊണ്ടാണ് ഒത്തിരി വാരി ഇട്ടത്. ഇനി ഒരു സാധനം, time for the inevitable truth. മിസ്റ്റർ രംഗൻജി, താങ്കൾ പറഞ്ഞത് വളരെയധികം സത്യമാണ്. താങ്കൾ പേഴ്സണലി ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ പോലും ഉപ്പേരി ഇതിനോട് നല്ല ഒരു ടച്ചിങ്സ് ആണ്. അടിപൊളിയല്ലേ? ചെറിയൊരു മധുരവും അല്ലേ, ആ ഒരു ഓയിലിന്റെ ഫീലും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നില്ല. പക്ഷെ ആ മധുരവും അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഞാനും 9 കൊടുക്കും. താൻ എത്ര കൊടുത്തത്? 9. ആ, ഇത് ഞങ്ങള് ഒത്തൊരുമിച്ചുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ. പക്ഷെ 9 കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല. ഇനി ഏതിലാ? ഡ്രങ്കന്റെ മദ്യ കൈകൾ. ഓ, ടൊമാറ്റോ മുറുക്കല്ലേ? എടീ, ഈ മുറുക്കിന് ഇംഗ്ലീഷിൽ പറഞ്ഞ എന്തോടും? അറിയില്ല. എനിക്കും അറിയില്ല. ചിലപ്പോ ഇതൊക്കെ മലയാളികളുടെ സാധനമല്ലേ, ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് സാധനം ഉണ്ടാകത്തില്ല. അപ്പൊ മുറുക്കിന് എത്ര കൊടുക്കും റേറ്റിംഗ്? ഔട്ട് ഓഫ് 10? 6. ഇത്രേ ഉള്ളൂ. അത് ഇത് ടൊമാറ്റോ ഒരു മധുരമുള്ള മുറുക്കായതുകൊണ്ടല്ലേ? അല്ല, ചിലപ്പോൾ അതിലും കൂടുതൽ കൊടുത്തനല്ലേ? മുറുക്കിനെ അധിക്ഷേപിച്ചതാണോ? അല്ല, എനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. എന്താ കേട്ടില്ല? ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ അംഗീകരിക്കത്തില്ല.
അടുത്തുണ്ട് മൈക്കൊടി ഞാനാണല്ലോ അടിക്കാനുള്ളത്. അപ്പോൾ ഡ്രങ്കൻജി മുറുക്കിനെ തരം താഴ്ത്തി ഞാൻ കഴിച്ചിട്ട് MD കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ പറയാം. എനിക്കും താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നു. ഈ ഒരു പർട്ടിക്കുലർ ഫ്ലേവർ കൊള്ളത്തില്ല. ഒരു മധുരവും ടൊമാറ്റോയുടെ എഫക്റ്റും. ടൊമാറ്റോ അതുകൊണ്ടാണ് പറഞ്ഞത്, ടൊമാറ്റോ കലർത്തിയ മുറുക്കാണ്. ഇത് സ്യൂട്ട് ആവില്ല. ഞാൻ 4 കൊടുക്കുള്ളൂ. സിർഫ് 4. ലേസിന്റെ മസാല എനിക്ക് പോലും ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഫ്ലേവർ മേടിക്കുന്നതന്നെ. എങ്ങനെയുണ്ട്? പോരാ. റേറ്റിംഗ് 5. 5ന്റെ പുറന്നിട്ട് ഒരുപാട് സംഖ്യകളുണ്ട്. ബട്ട് യു ഗേവ് 5. ഇത് ഫ്ലേവർ ആണെന്നൊന്നും എനിക്കറിയില്ല. എരിവുണ്ടോ? എരിവുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്. പുളി വന്നു, അതുകൊണ്ടാണ് താൻ റേറ്റിംഗ് കുറഞ്ഞതല്ലേ? ഓക്കെ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ലേസ് അല്ല നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത്. ഏറ്റവും ന്യൂ എഡിഷൻ, അതായത് ഞാൻ മേടിച്ചതിൽ ഏറ്റവും ന്യൂ എഡിഷൻ ആയിട്ടോ. ഗ്രീൻ ഓണിയൻ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും റേറ്റിംഗ് ഞാൻ സമ്മതിച്ചു തരത്തില്ലായിരുന്നു. ഒരുപക്ഷെ ഡ്രങ്കനും അത് സമ്മതിച്ചു തരത്തില്ല അല്ലേ? കാരണം പുള്ളിക്കാരനും അത് ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു ലേസിന്റെ ഒരു റേറ്റിംഗ് നമുക്ക് ചെക്ക് ചെയ്യാം. ഡ്രങ്കൻ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. പുളിയുണ്ട്, പക്ഷെ സംഭവം നല്ല സ്പൈസിയാണ്. നമുക്കറിയാം ഓരോ വ്യക്തികൾക്കും ഓരോ ടേസ്റ്റ് ബഡ്സ് ആണുള്ളത്. അപ്പം എൻ്റെ ഒരു കണക്കുകൂടലിൽ എനിക്കിത് അത്ര ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ മദ്യപിക്കുമ്പോൾ നമ്മൾ നാവിൽ ഒരുപാട് കട്ടിയുള്ള സബ്സ്റ്റൻസ് വരണം. ആ മദ്യത്തിൻ്റെ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. എനിക്ക് അത് ഓക്കെയാണ്. ഞാൻ ഒരു 7 കൊടുക്കും. ഡ്രങ്കൻ എന്തിലോ കയറി പിടിച്ചിട്ടുണ്ട്. ഡ്രങ്കന്റെ ഇഷ്ട വിഭവം, ഇഷ്ട സ്നാക്സ് അല്ലേ? ഇതിന് താങ്കളുടെ റേറ്റിംഗ് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. കാരണം എല്ലാ വീഡിയോസിലും ഡ്രങ്കൻജി ഈ ഒരു സാധനം എടുത്ത് മുണുങ്ങാറുണ്ട്. സോ വാട്ട്സ് യുവർ റേറ്റിംഗ് ബ്രോ? 10ൽ 10. 10 out of 10. അത് കേട്ടല്ലോ അവസാനം അല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായി ഡ്രങ്കൻജി എപ്പോഴൊക്കെ ഞാൻ ഇത് മേടിക്കുന്നോ, ഇതിന്റെ പല വേരിയൻസ് മേടിച്ചാലും എടുത്ത് താങ്ങുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായി. സത്യം. ഇത് പക്ഷെ പ്ലെയിൻ അല്ല, മസാല. ഇതെല്ലാം ശരിക്കും ഇത് സംഭവം പായസത്തിന് വെച്ചിരുന്ന നീ എടുത്തിട്ടുണ്ടോ? പായസത്തിന് വെച്ചാൽ ഞാനേ തൂക്കി മേടിച്ചാണ് 2 കിലോ. എരിവെള്ളം മേടിച്ചോ? ഇല്ലാടോ, ഏറ്റവും നല്ലത്. വേറെ കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ 10 കൊടുക്കല്ലേ? ബട്ട് ഞാൻ ഇതിന് 10 out of 10 കൊടുക്കത്തില്ല. കാരണം പ്ലെയിൻ നട്ട്സ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇല്ല. ഇഫ് ഇറ്റ് വാസ് എ മസാല നട്ട് ഞാൻ 10ൽ 10 കൊടുക്കും. ദാറ്റ്സ് ഡെഫിനറ്റ്. പക്ഷേ ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും എരിവും സ്പൈസിനെസ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 7 കൊടുക്കത്തുള്ളൂ. കാരണം അല്ല, എൻ്റെ റേറ്റിംഗ് ഞാൻ കൊടുക്കും. കാരണം നോർമൽ ആയിട്ടുള്ള ഈ വൈറ്റ് നട്ട്സിനകത്ത് ഒരു ഫ്ലേവേഴ്സും ഇല്ല. ഇത് ഞാൻ 7 കൊടുക്കുള്ളൂ. പക്ഷെ ചില സാഹചര്യത്തിൽ ഞാനിത് വാരി അടിച്ചിട്ടുണ്ട്. അത് മറ്റേ മൈദാമാവ് മുക്കി മസാല ഇട്ട് അതാണ്. മൈദാമാവോ? ഇത് മൈദാമാവാണോ? മൈദാമാവ് കൊണ്ടുണ്ടാകും. ഇതോ കൊണ്ടിട്ട് മസാല പൊടിയെല്ലാം കൂടി തൂക്കി കൊണ്ടുവരും. അതാണ് നിനക്ക് അത്ര ടേസ്റ്റ് തോന്നുന്നത്. അല്ല, വൈറ്റ് നട്ട്സിന്റെ കാര്യം പറഞ്ഞു. അതല്ല, മറ്റേ നീ പറഞ്ഞ ഉദ്ദേശം. അല്ലല്ല, ഞാൻ ചില സാഹചര്യങ്ങളിൽ ഇതിനൊരു കവർപ്പുണ്ടെന്ന് പറഞ്ഞില്ല. എടോ, ഞാൻ പറഞ്ഞ മനസ്സിലായി. ചില സാഹചര്യങ്ങളിൽ ഞാൻ അടിക്കുമ്പോൾ താൻ ഇല്ലാത്തപ്പോ ഈ വൈറ്റ് നട്ട്സ് തന്നെ ഞാൻ വാരി അടിച്ചിട്ടുണ്ട്. ടച്ചിങ് സൈഡ് സാഹചര്യത്തിന്റെ സമ്മർദ്ദം. അതെ, അപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ വേറൊരു കാര്യമുണ്ട്, ഇത്രയും സാധനം എടുത്ത് ചാമ്പിയിട്ടിരിക്കുന്നു. അതെ,
അപ്പൊ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇഷ്ടമല്ലെങ്കിൽ അടുത്തിലോട്ട് പോകാനുള്ള ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഏതിലോട്ട് കൈ എത്തിയെടുത്തു. ഇഷ്ടപ്പെട്ട വിഭവം കിട്ടി. അതെന്ത് സാധനം? ഒരു കടല. കടല എങ്ങനെ? സംഭവം എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷെ ഇത് ഒരു 8 കൊടുക്കത്തുള്ളൂ. കാര്യം തണുത്ത. അങ്ങനെ പറയല്ലേ? അല്ല, അങ്ങനെ പറയും. ഇതിന് ഓരോന്നിനും ഓരോ ക്വാളിറ്റി ഉണ്ട്. സാധനം എടുത്ത് നമ്മൾ വായിൽ വെക്കും. അത് സത്യമാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ അല്ല, താങ്കൾ ഈ സാധനം സ്ഥിരമായിട്ട് താങ്കൾ കഴിക്കുന്നല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പരുവത്തിലാണെങ്കിൽ താങ്കൾ എത്ര റേറ്റിംഗ് കൊടുക്കും? 8 കൊടുക്കുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഗൈസ്, കടല എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിലുള്ള സാധനമല്ല. നിങ്ങൾക്കറിയാം, വീഡിയോ ചെല്ലും തോറും എൻ്റെ സംസാരത്തിൻ്റെ ശബ്ദ ശകലങ്ങളൊക്കെ വിട്ട് പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതെൻ്റെ തെറ്റല്ല, ഇതല്ല ഇവൻ്റെ തെറ്റാണ്. ബിക്കോസ് ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഓൾവേസ് ഇഞ്ചൂറിയസ് ടു യുവർ ഹെൽത്ത്. മലയാളത്തിൽ പരിഭാഷ വേണമല്ലേ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. താഴെ കാണുന്ന ഇവിടല്ല, വീഡിയോയുടെ എവിടെയെങ്കിലും കാണും. അതുപോലെ തന്നെ അതിൻ്റെ ഫലമായിട്ടാണ് ശബ്ദ ശകലങ്ങളെല്ലാം ചിതറിപ്പോണത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാധനം കഴിക്കാറാണ്. ഡ്രങ്കൺ മേടിക്കുമ്പോൾ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. ഞാൻ കഴിക്കാറില്ല, ഞാൻ മേടിക്കാറുള്ളൂ. അല്ലേ ഡ്രങ്കൻ ചെയ്? ഇങ്ങോട്ട് ഡ്രങ്കൻ ചെയ് പറഞ്ഞാൽ വളരെ സത്യമാണ്. തണുത്തതാണ്. കടിക്കുമ്പോൾ ആ ഒരു ഇത് വരുന്നില്ല അല്ലേ? അല്ലേ ഡ്രങ്കൻ ചെയ്? സാധാരണ കടിക്കുമ്പോൾ ആ ഒരു തരിതരിപ്പ് വരും. ഇതല്ല, കുഴഞ്ഞു പോകണം അല്ലേ? പക്ഷെ കടല നല്ലതോ അല്ലേ? ഓക്കെ, ഡ്രങ്കന്റെ മദ്യക്കരങ്ങൾ പെടുത്തി. ഏതിലോട്ടാണ് കരങ്ങൾ? അതെ, സോ യുവർ റേറ്റിംഗ് മിസ്റ്റർ രംഗരാജ്? 9. ഇവനാ? അല്ല, താങ്കളുടെ ഒരു ഇതുണ്ടല്ലോ, എന്ത് പറഞ്ഞു? അല്ല, ഇതിനൊക്കെ കൊടുക്കും. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കപ്പലിനെ എപ്പോഴും നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സാധനം അല്ലേ? അതെ, കപ്പലണ്ടി ഒരുപാട് വേറെ കപ്പലണ്ടി, നല്ല നല്ല കപ്പലണ്ടികൾ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. താങ്കൾക്ക് അവരാർക്കും അല്ല, ഇതൊന്നും കഴിച്ചു നോക്കണം. ഇത് ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ ഉടനെ വരുന്നുണ്ട് അങ്ങോട്ട്. ഇവനിലേക്ക് ഞാൻ വരുന്നുണ്ട്. താങ്കൾ ന്യായം കൊടുക്കുമല്ലേ? ന്യായം കൊടുത്തിട്ടുണ്ട്. അത് അറിയാലോ, പണ്ടും വാരി തിന്നിട്ട് ഞാൻ നിർത്തിപ്പോയിട്ടുള്ള സാധനം കപ്പലിന്റെ ഇഷ്ടം കൊണ്ട് ഒരുപാട് കഴിക്കുമായിരുന്നു. കഴിച്ചിട്ട് മോക്കൊരു മറ്റുള്ളവർക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് ഇല്ല. സത്യോടോ, ആ ഒരു കാര്യം വളരെ സത്യസന്ധമായ പരമാർത്ഥമാണ് കേട്ടോ. രംഗൻജി, താങ്കൾക്ക് ഇപ്പൊ മുഖക്കുരി ഇല്ല, താങ്കൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തോ? ഇല്ല, ഞാൻ മെയിൻറ്റെയിൻസ് ചെയ്യും. അല്ല, അതുകൊണ്ടല്ല, കപ്പലണ്ടി താങ്കൾ പിന്നെ വാരി മിക്സർ മേടിച്ച പഴയ രീതിയിൽ മറ്റേ സ്ഥിരം കഴിക്കുമായിരുന്നു. അതെ, നല്ല കാര്യം. അതായത് വെള്ളമടി അധികം ഇല്ല, നല്ല കാര്യം. അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഡ്രിങ്ക് റെസ്പോൺസിബിളി അല്ലേ? ഒത്തിരി ടച്ചിങ്സ് ഉണ്ട്, ഏത് വേണേ കൈയിട്ട് വരാം. ഇഷ്ടപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ ഡ്രിങ്ക് ചെയ്യും? അതെ. പക്ഷേ നമ്മുടെ ചാനലിനെയും നിങ്ങളെയും മനസ്സിൽ സ്തുതിച്ചുകൊണ്ട് വൈറ്റ് നട്ട്സ് എനിക്ക് ഇഷ്ടമല്ലാത്തവൻ ഞാൻ 1 കൊടുക്കും. 1. താങ്കൾ എത്ര കൊടുത്തത്? ഞാൻ 9. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അന്തരം. എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരു ടച്ചിങ്സ് ഇല്ലെങ്കിലും ഞാനത് കഴിക്കാറില്ല. നമ്മുടെ ചാനൽ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് താൻ എന്തിനാണോ ഇവന് 9 കൊടുത്തത്? എനിക്ക് എന്തിന്റെ കാര്യമുള്ളൂ? അതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം. തനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റംഗജിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. തനിക്ക് എന്തിന്റെ കേടോ? കപ്പലണ്ടി എൻ്റെ ഒരു വീക്ക്നെസ്. കപ്പലണ്ടി എൻ്റെ ഇതെല്ലാം കപ്പലണ്ടി അല്ലേ? പിന്നെ താൻ അവന് മാസം എന്തിനാ 9 കൊടുത്തത്? ഇതിന് കൊടുത്തില്ല. ഇവനെത്ര കൊടുത്തത്? 6 5 കൊടുത്തുള്ളൂ. അവനേക്കാളും നല്ലതോടും ഇവൻ. അവൻ 9 കൊടുത്തേക്കുന്നത്. ഓക്കെ ഗൈസ്, ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു ദിസ്.
the final round of Mike Vetti, the final cheers of this first video of 2024. അപ്പൊ ഡ്രാഗൺ ജി, ഇനി താങ്കളോട് ചോദിക്കുന്നില്ല, ഒന്ന് തുടര്. താങ്കളോട് ചോദിക്കുന്നില്ല. ഇനി ഒരേ ഒരു കണ്ടസ്റ്റന്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ടച്ചിങ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. അതാരെന്നറിയാവോ? അറിയാം. എനിക്കും അറിയാം. കാണണോ ആ അവതാരത്തെ? കാണ്. ഇതാണ് ആ അവതാരം. ഇനിയുള്ളത് ഓക്കെ മിസ്റ്റർ ഡ്രാഗൺ ജി, പരമ്പരാഗതമായ ഈ ഒരു ലെജൻഡിന് താങ്കൾ എത്ര റേറ്റിംഗ് കൊടുക്കും? പിന്നെ 10 കൊടുത്തില്ലെങ്കിൽ എന്താ അല്ലേ? 10 കൊടുത്തില്ല പിന്നെ എന്താണ്? അതാ ചോദിച്ചത്. 10 കൊടുത്തില്ല പിന്നെ വെള്ളവടിയാ നിർത്തിയെന്നല്ലേ? അത്രേ ഉള്ളൂ. വേറെ കാര്യമുണ്ട്, മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്. അതെ, പലതരം അച്ചാറുണ്ട്. സത്യസന്ധമായ കാര്യം. ഇനി ഞാനിതൊന്നും പഠിക്കട്ടെ. കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് ഇതറിയാം. ഇതാണ് സത്യം. 10 out of 10. അതിൽ കുറഞ്ഞൊന്നും കൊടുക്കാൻ പറ്റില്ല, പാടില്ല. സൂപ്പർ. സോ നമ്മുടെ ടച്ചിങ്സിന്റെ റേറ്റിംഗ്സ് എല്ലാം കൊടുത്തു. സോ ദ വിന്നർ, അല്ല വിന്നർ എന്നല്ല, എല്ലാവർക്കും അറിയാവുന്ന സത്യം ഞങ്ങളും അംഗീകരിക്കുന്നു. അല്ലേ ഡ്രാഗൺ ജി? അച്ചാറാണ് മോനെ. എത്ര വലിയ വില കൂടി ടച്ചിങ്സ് കൊടുത്താലും അച്ചാറിന്റെ വില ആരും വരുന്നത്. അതാണ് സത്യം. സോ ദാറ്റ്സ് ഇറ്റ്.